ഹായ്, ഇന്ന് നമുക്ക് തിരുമലൈക്കോവിലേക്ക് പോയാലോ? തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശിക്കടുത്തായിട്ടുള്ള ഒരു മുരുകൻ്റെ അമ്പലമാണ് തിരുമലൈക്കോവിൽ. കേരള തമിഴ്നാട് അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിലെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയുടെ അടിവാരത്ത് നിന്നും ഈ മലയെ ചുറ്റി പാറകൾക്കിടയിലൂടെ നിർമ്മിച്ച ഒരു റോഡുണ്ട്. പഴയ കാലത്ത് ഈ റോഡില്ലായിരുന്നു. അന്ന് സ്റ്റെപ്പ് മാർഗം മാത്രമേ നമുക്ക് ഈ അമ്പലത്തിലെത്താൻ പറ്റുകയുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെറിയ വാഹനങ്ങളിലും കാറിലും ബൈക്കിലും ഒക്കെ വന്നാൽ നമുക്ക് മുകളിലെത്തി പാർക്ക് ചെയ്ത് ദർശനം നടത്താവുന്നതാണ്. വലിയ ബസ്സിൽ വരുന്നവർ താഴെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് മിനി വാനുകൾ കിട്ടും. അതിന് 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മുകളിലെത്തി ദർശനം നടത്താം. തിരിച്ചും നമ്മൾ 10 രൂപ കൊടുത്ത് താഴേക്ക് എത്താവുന്നതാണ്. മുകളിലേക്ക് പോകുന്തോറും സഹ്യപർവ്വതത്തിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ ചെറിയ ചുരം കയറി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് താഴ്വാരത്തായിട്ട് കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും എല്ലാം കാണാൻ പറ്റും. ഇത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിലാണെങ്കിൽ പോലും ഒരിക്കലും പറ്റാത്ത ഒരു കുളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ തണലിനായിട്ടുള്ള വലിയ ആൽമരവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമെല്ലാം ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ആസ്വാദ്യകരമായിട്ടുള്ള കാറ്റ്, വൈകുന്നേരങ്ങളിലും അതിരാവിലെയും എത്തിക്കഴിഞ്ഞാൽ ആ കാഴ്ച ഒന്നുകൂടി മനോഹരമാണ്. വേഗം തന്നെ സൂര്യപ്രകാശം അടിക്കുന്നതിനാൽ നമുക്ക് ഒരു 10 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ പാറകൾക്കിടയിലൂടെ തുറന്ന റോഡിലൂടെ മുകളിലേക്ക് പോയി അവിടെ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. തിരുമലയപ്പൻ, തിരുമലൈക്കോവിൽ മുരുകൻ, കുമാരസ്വാമി എന്നിങ്ങനെ പല പേരുകളിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അറിയപ്പെടുന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലകാല സമയത്ത് ശബരിമലയിലേക്ക് പോകുന്നവരെല്ലാം ഈ വഴിയിൽ കൂടിയാണ്, അച്ചൻകോവിൽ വഴി നമുക്ക് ശബരിമലയിലേക്ക് പോകുമ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇവിടെ ഇത്തിരി തിരക്ക് കൂടുതലാണ്. അമ്പലത്തിന് അടുത്തായിട്ട് തന്നെയാണേലും കടയുണ്ട്. നമുക്ക് അവിടുന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പിന്നെ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം പ്രസാദവും വാങ്ങിച്ച് ഇറങ്ങി അതേ വാഹനത്തിൽ തന്നെ തിരിച്ച് താഴേക്ക് വരുവാനും സാധിക്കും. മുകളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം കയറി ഉള്ളിലേക്ക് പോവുകയും അതിൻ്റെ അകത്തുകൂടിയുള്ള പ്രത്യേക ക്യൂ സംവിധാനങ്ങളിലൂടെ പോയി നമുക്ക് മുരുകൻ സ്വാമിയെ ദർശിച്ച് പ്രസാദവും എല്ലാം വാങ്ങിച്ച് തിരിച്ച് വരാവുന്നതാണ്. പാറയ്ക്ക് മുകളിലുള്ള അമ്പലമായതിനാൽ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ നടവഴികളിലൊക്കെ വെള്ള കളറിലുള്ള പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ള കളറിലുള്ള പെയിൻറ്റ് അടിച്ച ഭാഗങ്ങളിലൂടെ നമ്മൾ നടന്നു വരികയാണെങ്കിൽ നമുക്ക് കാലിൽ അങ്ങനെ ചൂടടിക്കത്തൊന്നുമില്ല. ഉച്ച സമയമാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു മനോഹരമായ ആലിൻ്റെ ചുവട്ടിലെ കാറ്റും എല്ലാം ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും. ദർശനത്തിന് ശേഷം ഇറങ്ങി വരുന്ന പടവുകളിൽ നിന്നും ഫോട്ടോ എടുക്കുകയും താഴ്വരയിലൊക്കെ ഉള്ള കാഴ്ചകളുടെ വ്യൂ കിട്ടുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് തിരുമലൈക്കോവിൽ.